പ്രിയരെ, നിങ്ങളുടെ ഫോണിൽ നിന്ന് എന്നെ നിയന്ത്രിക്കാം. ഈ നമ്പർ എന്തെങ്കിലും ഒരു ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുക. ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുമ്പോൾ. ഹായ് എവരിവൺ, ഇത് മെക്കാനിക്കൽ ഷെഫിൻ്റെ 2025 ഏറ്റവും പുതിയ റോബോട്ടാണ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിലെ വളരെ മെയിൻ വിഭവമായ എരിശ്ശേരിയാണ്. വെറും 28 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ മെഷീനിൽ അത് കുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എൻ്റെ ഫോണിലുണ്ട്. ഇതിനെ നമുക്ക് ഫോൺ വെച്ചും ആപ്പ് വെച്ചും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഈ മെഷീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ വേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോഡ് ചെയ്യാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് കുക്കറിൽ ലോഡ് ചെയ്യുക. അതിന് വേണ്ടത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രഷർ കുക്കറാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രഷർ കുക്കറാണ്. ഞാനതിവിടെ വെക്കുന്നു. അതിനുശേഷം വേണ്ടത് ഇതിന് സ്റ്റിർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിലിക്കൺ സ്റ്റിറർ ഉണ്ട്. അത് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ സിലിക്കൺ സ്റ്റിറർ. ഇതിൽ അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. സോ ഇത്രയും ആയതിനു ശേഷം നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിൽ ഞാൻ എത്ര സമയം എടുക്കും ഇത് കുക്ക് ചെയ്യാൻ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ കുക്കറിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ലോഡ് ചെയ്യുന്ന സമയം നമുക്ക് മെഷർ ചെയ്യാം. ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്നത് മസ്റ്റർഡ് ആണ്. മസ്റ്റർഡ് നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ആണ്. അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം വേണ്ടത് റെഡ് ചില്ലി, പിന്നെ കറിവേപ്പില. ഇത് ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം പംകിൻ, അതിനുശേഷം കൗപ്പി, അതിൽ മെഷർ ചെയ്തു ഇതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം തേങ്ങ, അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. സോ എനിക്ക് ഇതിലെടുത്തേക്കുന്ന സമയം 1 മിനിറ്റും 28 സെക്കൻഡുമാണ്. അത്രയും സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ താഴെ സ്റ്റാർട്ട് കുക്കിംഗ്, ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇത്രയും സാധനങ്ങൾ, വാട്ടർ, ഓയിൽ, ദെൻ നമ്മൾ ഓക്കെ. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഇതിലെ സ്പൈസസ് ഓട്ടോമാറ്റിക് ആണ്. അതിനുശേഷം മധ്യ ബട്ടൺ അമർത്തുക. ഈ സ്പൈസ് നമ്മളിവിടെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ടു കൺഫേം. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പൈസസ് ഓട്ടോമാറ്റിക്കായി മെഷർ ചെയ്ത് ആ കപ്പിലേക്ക് വീഴുന്നത്. സോ മെഷീൻ ആസ്ക് ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്ത സ്പൈസസ് മെഷീനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് വെക്കുകയാണ്. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് എത്ര ടൈം എടുക്കും എന്നുള്ളത്. ഇതിവിടെ വെച്ചതിന് ശേഷം നമ്മൾ ക്ലിക്ക് ടു കൺഫേം ചെയ്യുന്നു. സോ മെഷീൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
ഓയില് ഓട്ടോമാറ്റിക്കായിട്ട് കുക്കറിലേക്ക് വീഴുന്നതാണത്. സോ അത് സ്റ്റിർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച സ്പൈസ് കുക്കറിലേക്ക് വീണേക്കുവാണ്. ഒന്നാമത്തെ ഹീറ്ററിൽ ചേരുവകൾ ചേർത്ത് മധ്യ ബട്ടൺ അമർത്തുക. സോ അടുത്തത് നമുക്കിനി വേണ്ടത് ചേരുവകൾ തേങ്ങാപ്പാലാണ്. അത് ചോദിക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ 200 ഗ്രാമിൻ്റെ ഒരു മറ്റൊരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുകയാണ്. ആ ചേർക്കുന്ന സമയം നമുക്ക് ടൈം മെഷർ ചെയ്യാം. സോ നമ്മൾ ഇട്ടതിന് ശേഷം കൺഫേം ചെയ്യുകയാണ്. നന്ദി. സോ ഇപ്പോൾ വാട്ടറാണ്, വാട്ടർ അതിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഹീറ്ററിൽ പ്രഷർ ലീഡ് ഇടുക. പ്രഷർ ലീഡ് ഇടുക. പ്രഷർ ലീഡും ഭാരവും ഇട്ടുവിനും പരിശോധിച്ച് മധ്യ ബട്ടൺ അമർത്തുക. സോ മിഷൻ പ്രഷറിൽ ഇടാൻ വേണ്ടി ചോദിക്കുകയാണ്. സോ ഞാൻ ഇതിന്റെ ടൈം മെഷർ ചെയ്യുന്നു. അതിനുശേഷം ടൈം ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഇട്ടതിന് ശേഷം കൺഫേം ചെയ്യുന്നു. സോ ഇനി ഇത് പ്രഷർ ചെയ്യാൻ എടുക്കുന്ന സമയമാണുള്ളത്. ഇനി കുറച്ച് സമയത്തേക്ക് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. സോ ഇപ്പോൾ ഇതിൽ കറണ്ട് പോയിരുന്നു. ഇപ്പോൾ കറണ്ട് തിരിച്ചു വന്നു. ഏകദേശം ഒരു 5 മിനിറ്റോളം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. സോ കറണ്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ റെസ്യൂം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഞാനിത് റെസ്യൂം ചെയ്യുകയാണ്. റെസ്യൂം ചെയ്യാൻ നേരത്ത് ചോദിക്കും റെസ്യൂം. സോ ഞാൻ റെസ്യൂം ചെയ്യുന്നു. സോ അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്തോളൂ. എവിടെയാണോ കുക്കിംഗ് നിന്ന് പോയത് അതിൻ്റെ ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ കുക്കറിന്റെ മർദ്ദം കുറയുന്നത് വരെ കാത്തിരിക്കുക. സോ ഇപ്പോൾ കുക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ വരും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റർ. സോ ഹീറ്റർ ഞാൻ കൺഫേം ചെയ്യുകയാണ്. ഹീറ്റർ ഓഫ് ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. ഇതോടുകൂടി കുക്കിംഗ് കഴിഞ്ഞു. ഒന്നാമത്തെ ഹീറ്ററിൽ വിഭവം തയ്യാറാണ്. പാത്രത്തിൽ മർദ്ദം ഉണ്ടെങ്കിൽ അത് കുറയും വരെ കാത്തിരിക്കുക. സോ ഇതിന്റെ പ്രഷർ കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആകെ നമ്മൾ എടുത്തിരിക്കുന്ന സമയം 2 മിനിറ്റും 18 സെക്കൻഡുമാണ്. അപ്പോൾ 2 മിനിറ്റും 18 സെക്കൻഡും കൊണ്ട് നമുക്ക് ഒരു എരിശ്ശേരി തയ്യാറാക്കാം. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മർദ്ദം കുറഞ്ഞ ശേഷം നോക്കാം. അപ്പോൾ കുക്കറിന്റെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് എരിശ്ശേരി എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഇതാണ് നമ്മുടെ എരിശ്ശേരി. ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് 2 മിനിറ്റും 18 സെക്കൻഡും കൊണ്ടാണ്.